ഒരു മീൻ പൊള്ളിച്ചതാണ് ഉണ്ടാക്കുന്നത്. സാധാരണ കരിമീനൊക്കെയാണ് പൊള്ളിക്കുന്നത്. ഇന്ന് എനിക്ക് കിട്ടിയിരിക്കുന്നത് തിലാപ്പിയാണ്. അതുകൊണ്ട് തിലാപ്പിയ പൊള്ളിക്കാമെന്ന് വിചാരിച്ചു. അതിനാവശ്യമുള്ള സാധനങ്ങൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്. ഇതാദ്യം മീനിൽ പുരട്ടി നമ്മൾ ഒരു 10-15 മിനിറ്റ് വയ്ക്കണം. പിന്നെ അരിഞ്ഞെടുക്കാനുള്ളത് സബോള, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ കൂടിയിട്ട് അരിഞ്ഞെടുക്കുക. അതുപോലെ തന്നെ തക്കാളി വേറെ അരിഞ്ഞെടുക്കുക. ഇതൊക്കെ വഴറ്റാനുള്ളതാണ്. പിന്നെ കുറച്ച് കുടംപുളി എടുത്തിട്ടുണ്ട്. ഇത് ഇച്ചിരി വെള്ളത്തിലിട്ടിട്ട് കുറച്ച് പുളിവെള്ളം വേണം. നമുക്ക് ഉണ്ടാക്കാം. എനിക്ക് മീൻ പുരട്ടി വയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് കുടംപുളി ഇട്ട വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് മീനിലേക്ക് പുരട്ടി വയ്ക്കാം. ഇപ്പോൾ നല്ലോണം പുരട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് 15 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. ഇതെല്ലാം ഉപ്പും പുളിയും മുളകൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇത് നല്ലോണം ഒന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. നമുക്ക് മീൻ വറുത്തെടുക്കാം. ഇത് മീൻ അധികം മൂപ്പിച്ച് വറുക്കില്ല, ഒരു ഷാലോ ഫ്രൈ ചെയ്യുള്ളൂ. പിന്നെ തിലാപ്പിയൊക്കെ ശരിക്കും തൊലി പൊളിക്കുന്നതാണ് നല്ലത്. എല്ലാ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇവിടെയും വൃത്തിയാക്കിയിട്ട് ഇച്ചിരി ഉപ്പ് പൊടി പിടിച്ചിട്ട് താഴോട്ട് വലിച്ചതിൻ്റെ തൊലി പോരും. ഞാനിപ്പോൾ ഇത് 1-2 പ്രാവശ്യം ചെയ്യുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് തൊലി കളയാതിരുന്നതാണ്. ഇലയിലും ഇനി വെച്ച് പൊള്ളിക്കുന്നതല്ല. അപ്പോൾ ഇങ്ങനെയും പൊള്ളിച്ചപ്പോൾ ഇത് അടർന്നു പോയാലോ എന്ന് വിചാരിച്ച് തൊലി കളയാതിരുന്നതാണ്. തൊലി കളയുമ്പോൾ നല്ലതാണ് കറി വയ്ക്കാനൊക്കെ. ചട്ടി ചൂടായിട്ടുണ്ട്. ഞാൻ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇത് മീൻ വറുത്ത എണ്ണ തന്നെയാണ്, അതിനകത്തുനിന്ന് കുറച്ചെടുത്തതാണ്. ഇനി ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, സബോള കൂടിയിട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഈ മസാലയ്ക്കുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇളക്കി യോജിപ്പിച്ച് ഒരുപാട് മൊരിഞ്ഞ് വരണ്ട, എന്നാലും ഒന്ന് വഴന്ന് വരണം. നമുക്കിതൊന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. ഇപ്പോൾ സബോള ഒക്കെ വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ കുറച്ച് പുളി വെള്ളത്തിലിട്ടത് ചേർക്കുന്നുണ്ട്. ഇനി ഇളക്കി കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമ്മൾ തക്കാളി അരച്ച് വെച്ചത്, തക്കാളി ഞാൻ ഇതിനകത്ത് അരച്ചത് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ്. അതുകൊണ്ടാണ് നല്ല മഷി പോലെ ആയിരിക്കുന്നത്. കുറച്ച് ചേർക്കാം. ഇനി നല്ലോണം വഴറ്റി കൊടുക്കണം. തക്കാളിയുടെ പച്ചച്ചവ ഒന്ന് പോകണം. ഇതിപ്പോൾ എല്ലാം ഒന്ന് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. വറുത്ത് വെച്ച മീൻ വെച്ച് കൊടുക്കാം. ഈ അരപ്പ് ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ തിരിച്ചിടാം. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇലയിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഒരു വാഴയുടെ ഇല വാട്ടിക്കൊണ്ട് വന്ന് വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് ആദ്യം ഈ അരപ്പിട്ട് കൊടുക്കാം. നമ്മൾ വഴറ്റിയ ഇത് സബോളയൊക്കെ ഇട്ട് കൊടുക്കാം. അതൊന്ന് പരത്തിയിട്ട് അതിൻ്റെ മുകളിലേക്ക് മീൻ വെച്ച് കൊടുക്കാം. എല്ലാം ചേർത്ത് നമുക്കിത് മൂടി ഒന്ന് അടച്ച് വയ്ക്കാം. അടച്ച് കെട്ടുക, നല്ലോണം പൊതിഞ്ഞ് കെട്ടിയെടുക്കുക. മീൻ ഞാൻ വാഴയിൽ പൊതിഞ്ഞ് കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാനിലിട്ടിട്ട് 2 വശം മൊരിയിച്ചെടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. പാനിൽ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതെന്നാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇല കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കിത് വെച്ച് കൊടുക്കാം. തീ വളരെ സിമ്മിലിട്ടേക്കണം. ഒരു വശം മൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു വശം മൊരിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് നോക്കാം. മറ്റേ വശം കൂടി ഒന്ന് മൊരിഞ്ഞ് വരണം. അപ്പം നമ്മുടെ മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ലോണം വെന്ത് നല്ല ചൂടാണ്. സൂപ്പർ. നമ്മുടെ മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്.